ശ്രീഗുരുഭ്യോ നമ. ഹരി ഓം. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രഥമ ശ്ലോകത്തെ പറ്റി പഠിക്കുകയുണ്ടായി. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവഃ മാമകാ പാണ്ഡവാ ചൈവ കിമകുർവത സഞ്ജയ. സഞ്ജയനോട് ചോദിക്കുന്നു, എൻ്റെ ആൾക്കാരും പാണ്ഡുവിൻ്റെ ആൾക്കാരും യുദ്ധക്കളത്തിൽ ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ എത്തിയിട്ട് എന്ത് ചെയ്യുന്നു എന്ന് ധൃതരാഷ്ട്രർ അദ്ദേഹത്തിൻ്റെ മന്ത്രിയായ സഞ്ജയനോട് ചോദിക്കുന്നു. അവിടെ ചില പദങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. ധൃതരാഷ്ട്ര ഉവാച, രാജ്യത്തെ ഭരിക്കാൻ, നിയന്ത്രിക്കാൻ, പരിപാലിക്കാൻ അവകാശമുള്ള, അധികാരമുള്ള ആൾ എന്നർത്ഥത്തിൽ ധൃതരാഷ്ട്ര എന്നർത്ഥം. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നുള്ള പദം എന്തിനു വേണ്ടിയിട്ടും. ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ ധാർമ്മികമായ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമെന്നർത്ഥം അവിടെ. അതിനുപരിയായി വ്യാസമഹർഷി സൂചിപ്പിക്കുന്നു, ഇവിടെ ഈ യുദ്ധത്തിൽ കൂടെ ധർമ്മം എന്താണ്, അധർമ്മം എന്താണെന്ന് വേർതിരിച്ച് അറിയാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ധർമ്മക്ഷേത്രമായ ക്ഷേത്രം ഇങ്ങനെയുള്ള അർത്ഥമൊക്കെ നമുക്ക് അവിടെ വിചാരണ ചെയ്യാവുന്നതാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ധൃതരാഷ്ട്രയുടെ സ്വഭാവത്തെപ്പറ്റി സൂചിപ്പിക്കുന്ന ഒന്നാണ്. അതായത് മാമകാഹ പാണ്ഡവാഹ, എൻ്റെ മക്കളും എൻ്റെ അനുജന്റെ മക്കളും അല്ലെങ്കിൽ പാണ്ഡുവിൻ്റെ മക്കളും അവിടെ വേർതിരിച്ചു എന്നർത്ഥം. എപ്പോൾ ഞാനും നീയും എന്നുള്ള വേർതിരിപ്പ് നമ്മുടെ മനസ്സിൽ ഉദിക്കുന്നു, അപ്പോൾ കലഹമുണ്ടാകുന്നു. കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും അത് തന്നെ നമുക്ക് കാണാം. കലഹം ഒഴിവാക്കാൻ ഒരേ ഒരു മാർഗം, അപ്പോൾ എൻ്റെതല്ല എന്ന് ചിന്തിക്കുന്നതിന് എൻ്റെതായിട്ട് മനസ്സിലാക്കുക, എൻ്റെതായിട്ട് അറിയുക. അതാണ് വേദാന്തത്തിൽ കൂടെ നമ്മളെ പഠിക്കുന്നത്. വേദാന്തത്തിൽ ഏകം മാത്രം, ഒന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ മനോഹാരിത. അഹം ബ്രഹ്മാസ്മി, അഹമേവ ബ്രഹ്മാസ്മി. ഇതാണ് നമ്മൾ പഠിക്കുന്നത്. ഏതായാലും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അടുത്ത സഞ്ജയൻ മറുപടി പറയുന്നു. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തഥാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. നമ്മളിതും കണ്ടതാണ്. പാണ്ഡവ ആനീകം ദൃഷ്ട്വാ പാണ്ഡവ ആനീകം, പാണ്ഡവന്മാരുടെ സൈനികരെ ദർശിച്ചിട്ട്, ആനീകം അവരുടെ സൈനികരെ വ്യൂഢം, അവരുടെ ഏത് രീതിയിലാണ് അവരെ ഓരോ സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അത് കണ്ട ശേഷം ദുര്യോധന തഥാ, അതിനുശേഷം ദുര്യോധനൻ ആചാര്യന്റെ സമീപത്ത്, ആചാര്യം ഉപസംഗമ്യ രാജാ വചനമബ്രവീത്. രാജാവിനോട് ദുര്യോധനൻ ചെന്ന് പറയുന്നു. ആരോട് പറയുന്നു? തൻ്റെ ഗുരുവിനോട് പറയുന്നു. അതും സരളമായ പദങ്ങളാണ്. അടുത്തത് നമുക്ക് നോക്കാം എന്താണ്. പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ചമും വ്യൂഢം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. പദങ്ങൾ വളരെ സരളമാണ്. പശ്യേതാം പാണ്ഡുപുത്രാണാം ഒരു പദമാണത്. മറ്റത് പശ്യേതാം രണ്ട് പദമാണ്. പശ്യ ഏതാം ഒന്നിച്ചേരുമ്പോൾ പശ്യേതാമാകുന്നു.
പാണ്ഡുപുത്രാണ് ഒരു പദം തന്നെ. പാണ്ഡുപുത്രാണ് നമുക്ക് പിരിച്ച് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ പാണ്ഡുവിൻ്റെ പുത്രന്മാര് എന്നർത്ഥം. പാണ്ഡുപുത്രാണ്. ആചാര്യ, ഹേ ആചാര്യ, ആചാര്യ മഹതീം ചമു, മഹത്തായി അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യൂഢം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. ആരാണ് ഈ സൈന്യത്തിന്റെ വ്യൂഹം സംവിധാനം ചെയ്തിരിക്കുന്നത്? ദ്രുപദപുത്രേണ, ദ്രുപദ മഹാരാജാവിന്റെ പുത്രൻ. അദ്ദേഹം അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ യുദ്ധത്തിന്റെ വ്യൂഢം അങ്ങനെ നോക്കുക. അവിടെയും നമ്മളല്പം വിചാരണ ചെയ്തു, എന്തുകൊണ്ട് ഇങ്ങനെയൊരു സന്ദർഭം, ഇങ്ങനെ ദുര്യോധനൻ ആചാര്യനോട് ചെന്ന് പറയാൻ കാര്യം എന്താണ്? ദ്രോണാചാര്യരോട് ഇങ്ങനെ എന്ന് പറയാം. അദ്ദേഹത്തിനെല്ലാം അറിയാമല്ലോ. അദ്ദേഹത്തിന് തൻ്റെ ഈ പാണ്ഡവന്മാരെ ശരിയായി അറിയാമല്ലോ. അദ്ദേഹം പഠിപ്പിച്ചതാണല്ലോ. പിന്നെ എന്തിന്? അപ്പം ഇങ്ങനെ വിചാരണ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അല്പം പേടിയുണ്ടായിരുന്നിരിക്കാം. തൻ്റെ സൈന്യത്തിൻ്റെ ശക്തി, ധാരാളം സൈന്യം തനിക്കുണ്ട്, ശക്തിയുള്ളവരാണെങ്കിലും പാണ്ഡവരുടെ ശക്തിയെ അല്പം പേടിച്ചിരുന്നു എന്ന് ചിന്തിക്കാം. മറ്റൊരു കാരണമാകാം, ദ്രോണാചാര്യരെ ഏതെങ്കിലും കാരണവശാൽ പാണ്ഡവരോട് ഒരു ചായ്വ് ചെയ്തു കഴിഞ്ഞാൽ, അവരോടൊരു സ്നേഹം കാണിച്ചിട്ട് വേണ്ട രീതിയിൽ അദ്ദേഹം സൈന്യാധിപനാണ്, ആ സൈന്യാധിപന്റെ ശരിയായ ഉത്തരവാദിത്തം ചെയ്യാതെ പാണ്ഡവരോട് സഹായിച്ചാൽ ചേർന്ന് നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യുമോ, പൂർണ്ണമായി അവരോട് എതിർക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു സംശയം കൂടെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ അങ്ങനെ അരുത്. അങ്ങയുടെ ശിഷ്യനായ ദ്രുപദ മഹാരാജാവിൻ്റെ മകൻ കണ്ടില്ലേ, അങ്ങയെ എതിർക്കാനായിട്ട്, അങ്ങയോട് യുദ്ധം ചെയ്യാനായിട്ട് സ്വന്തം ശിഷ്യൻ വന്നു നിൽക്കുന്നത് കണ്ടില്ലേ, ദൃഷ്ടദ്യുമ്നൻ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ, ഒരിക്കലും അവനോടൊരു ഇളവും കാണിക്കരുത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കൂടെ ആകാം എന്ന് നമുക്ക് ചിന്തിക്കാം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ ഉണ്ടെന്ന് സരളമാണ് അടുത്ത ഭാഗങ്ങളെല്ലാം. ആരൊക്കെ ഉണ്ട് അവിടെ ആ വ്യൂഹത്തിൽ, പാണ്ഡവരുടെ വ്യൂഹത്തിൽ ആരൊക്കെ ഉണ്ട് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജുന സമായുധി യുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ. പദങ്ങൾ ശ്രദ്ധിക്കാം. അത്ര ശൂരാഹ, ശൂരാഹ എന്നർത്ഥം. അവിടെ ഒരു വിസർഗമുണ്ട്. ആ വിസർഗം സന്ധിയിൽ കൂടെ ലോപിച്ചു പോയതാണ്. അത്ര ശൂരാഹ മഹാ ഈശ്വാസാഹ, മഹേശ്വാസ മഹാ ഈശ്വാസാഹ ഭീമ അർജുന സമായുധി. ഭീമാർജുന സമായുധി 3 പദങ്ങളെ ഒന്നിച്ച് ചേർത്തിട്ട് സമാസമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഭീമ അർജുന സമാഹ, ഭീമാർജുന സമാഹ യുധി ഭീമാർജുന സമാഹ യുധി യുയുധാനഃ വിരാടഃ ച ദ്രുപദഃ ച മഹാരഥഃ. അത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ധാരാളം അത്ര, എത്ര, കുത്ര, ഇതൊക്കെ നമുക്ക് എപ്പോഴും വരും. ഒരു ലൊക്കേഷനെ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ പദം. അത്ര, അവിടെ എന്നർത്ഥം. എത്ര എന്ന് പറഞ്ഞാൽ എവിടെ. ഇതൊക്കെ ധാരാളം നമുക്ക് ഭഗവത്ഗീതയിൽ വരും മുമ്പോട്ട്. ശൂരാഹ നമുക്കറിയാം, മലയാളത്തിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന പദമായതുകൊണ്ട് വീരന്മാർ എന്നുള്ള അർത്ഥത്തിൽ ശൂരാഹ. മഹാ ഈശ്വാസാഹ, വലിയ വില്ലാളികൾ. ഈശ്വാസാഹ എന്ന് പറഞ്ഞാൽ വില്ലാളികൾ എന്നർത്ഥം. വില്ലാളികൾ എങ്ങനെയുള്ള വില്ലാളികളാണ്? മഹാവില്ലാളികളായ പലരും അവിടെ ഉണ്ട്. അത്ര ശൂരാ മഹേശ്വാസാഹ. ഇനി പറയും ആരൊക്കെയാണെന്ന്.
മഹാ വില്ലാളി ആളികളെല്ലാം ഉണ്ട്. ആരൊക്കെയാണ്? ഭീമ, അർജുന, സമായുധി. ഭീമന്റെ പേരാണ് ആദ്യം. ഭീമനെയാണ് പേടി അദ്ദേഹത്തിന്. ദ്വന്ദ്വയുദ്ധം ചെയ്യുവാൻ പഠിച്ചിട്ടുണ്ട്. എങ്കിലും ഭീമനോട് പേടിയുണ്ടെന്നർത്ഥം. ഭീമ അർജുന ഭീമ അർജുന സമായുധി. മാത്രമല്ല, ഭീമാർജുനൻ മാത്രമല്ല, ഭീമനോടും അർജുനനോടും സമമായ മറ്റു പലരുമുണ്ട്. ആരൊക്കെ? യുധാന, യുധാനൻ, സാത്യകി, യുധാൻ, യുധാന വിരാടച്ച. യുധാൻ അദ്ദേഹത്തിന് മറ്റൊരു പേര് തന്നെ, സാത്യകി. വിരാട, വിരാട് രാജാവ്. ദ്രുപദ, ദ്രുപദ രാജാവുണ്ട്. ദുഷ്ടദ്യുമ്നൻ മാത്രമല്ല, അദ്ദേഹത്തിന്റെ അച്ഛൻ ദ്രുപദ മഹാരാജാവും അവിടെ കുന്തിദേവിയുടെ അച്ഛൻ ദ്രുപദ മഹാരാജാവും അവിടെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള മഹാരഥന്മാരെ അവിടെ ധാരാളം വന്ന് എത്തിയിട്ടുണ്ട് എന്നാണ്. പരിചയപ്പെടുത്തൽ മാത്രം, അതിൽ കൂടുതലൊന്നും നമുക്ക് അധികം ചിന്തനം ചെയ്യേണ്ട ആവശ്യമില്ല. അവർ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു. അടുത്ത ശ്ലോകം കൂടെ നമുക്ക് നോക്കാൻ സമയമുണ്ടെന്ന് വിചാരിക്കുന്നു. ദൃഷ്ടകേതുച്ചേകിതാനഹാം കാശിരാജ വീര്യവാൻ പുരുജിത് കുന്തിഭോജ ശൈബ്യൈച്ച നരപുങ്കവഃ. ദൃഷ്ടകേതുച്ചേകിതാനഹാം കാശിരാജ വീര്യവാൻ പുരുജിത് കുന്തിഭോജ ശൈബ്യൈച്ച നരപുങ്കവഃ. പദം നോക്കാൻ നമുക്ക് എന്താണെന്ന്. ഓരോരുത്തരുടെ പേരുകളാണ്. ദുഷ്ടകേതു ചേകിതാനഹ എന്ന് പറയുമ്പോൾ ദുഷ്ടകേതുഹു ചേകിതാനഹ എന്നർത്ഥം. ആ വിസർഗം ശകാരാന്തമായി ഒന്ന് ചേരുമ്പോൾ വിസർഗവും ദുഷ്ടകേതുഹു വന്നു കഴിഞ്ഞിട്ട് ചേകിതാനഹ വന്നല്ലേ. ച വന്നു കഴിഞ്ഞപ്പോൾ ആ ദുഷ്ടകേതുഹു ചേയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ, ആ വിസർഗവും ചായും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ദുഷ്ടകേതുശ്ചായി. ദുഷ്ടകേതുശ്ചേകിതാനഹ. ദുഷ്ടകേതുണ്ട്, ചേകിതാനുണ്ട്. നമ്മൾ മലയാളത്തിൽ ചേകിതാൻ എന്ന് പറയും അല്ലേ. ചേകിതാനഹ എന്നാണ് സംസ്കൃതത്തിൽ. രാമഹ എന്ന് നമ്മൾ മലയാളത്തിൽ സംസ്കൃതത്തിൽ ശ്രീരാമന്റെ പേരുണ്ടെങ്കിൽ നമ്മൾ രാമൻ എന്ന് പറയത്തല്ലേ. അതുപോലെ തന്നെ ചേകിതാനൻ. കാശിരാജ, അതുപോലെ തന്നെ രാജ കഴിഞ്ഞ് ച വരുമ്പോൾ കാശിരാജശ്ച. ആ വിസർഗം ഛായായി, അല്ലെങ്കിൽ ച യഥാർത്ഥത്തിലൊരു വിസർഗമാണ്. അപ്പോൾ ദൃഷ്ടകേതു ചേകിതാനഹ കാശിരാജ വീര്യവാൻ. അങ്ങനെയുള്ള അതുപോലുള്ള വീരന്മാര്. പിന്നെ വേറെ ആരുണ്ട്? പുരുജിത് കുന്തിഭോജ ച ശൈബ്യ നരപുങ്കവ. ഇങ്ങനെ നരപുങ്കവ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നരന്മാരിൽ ശ്രേഷ്ഠനായവർ. ഇങ്ങനെ നരന്മാരിൽ ശ്രേഷ്ഠനായവർ ധാരാളമുണ്ട്. ദൃഷ്ടകേതു ചേകിതാനഹ കാശിരാജ പുരുജിത്ത് കുന്തിഭോജ ശൈബ്യ. ഇങ്ങനെയുള്ള നരപുങ്കവ, ഇങ്ങനെ മനുഷ്യർ ശ്രേഷ്ഠമായ പലരും അവിടെ ഉണ്ട് എന്നർത്ഥം. ഇവിടെ ദൃഷ്ടകേതു, ചേകിതാൻ പരാക്രമശാലിയായ കാശിരാജാവ്, പുരുജിത്ത് കുന്തിഭോജൻ, മനുഷ്യശ്രേഷ്ഠനായ ശൈബ്യൻ എന്നിവരെല്ലാം സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം ഓരോരുത്തരെയും പരിചയപ്പെടുത്തും. അപ്പം അടുത്ത ശ്ലോകത്തിൽ നമുക്ക് ഇനിയും കുറച്ച് സ്പീഡ് നമുക്ക് പോകാമായിരിക്കും. കാര്യം ഇനിയും കുറേ അങ്ങോട്ട് ചെല്ലുന്നിടം വരെ, ഇദ്ദേഹത്തിൻ്റെ ഈ പരിചയപ്പെടുത്തൽ കഴിയുന്നിടം വരെ നമുക്കധികം താത്വികമായി മനസ്സിലാക്കാനൊന്നുമില്ല. അത് കഴിഞ്ഞ ശേഷം നമുക്ക് അർജുനന്റെ വിലാപം, അർജുനനെ യുദ്ധം ചെയ്യാൻ മടിക്കുന്ന ഭാഗം വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വിചാരണ ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. പിന്നെ ഇതുപോലെ നടത്തിയിട്ട് നാളെ ബാക്കി ഭാഗം നമുക്ക് പഠിക്കാം. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.